നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് എടുത്ത് നോക്കിയിട്ടുണ്ടോ? ഒരുപാട് അക്കങ്ങളും പട്ടികകളുമൊക്കെ കണ്ട് ഒന്നും മനസ്സിലാവാതെ അടച്ചുവെച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഈ അക്കങ്ങൾക്കിടയിൽ ഒരു കഥയുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഈ റിപ്പോർട്ട് ഉപയോഗിച്ച് ആ കഥ എങ്ങനെ വായിച്ചെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഒറ്റനോട്ടത്തിൽ ഇതൊരു സങ്കീർണമായ ഡോക്യുമെന്റായി തോന്നാം, പക്ഷെ സത്യത്തിൽ ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് അവർ അയക്കുന്ന ഒരു ഔദ്യോഗിക അറിയിപ്പ് മാത്രമാണ്. ശരി, അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. ഏതൊരു റിപ്പോർട്ടും മനസ്സിലാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ? അത് എന്താണെന്നും ആർക്കു വേണ്ടിയുള്ളതാണെന്നും കൃത്യമായി അറിയുക എന്നതാണ്. ഇതൊരു സാധാരണ പ്രസ് റിലീസ് ഒന്നുമല്ല കേട്ടോ. ഇത് നിയമപരമായി തന്നെ നൽകേണ്ട ഒന്നാണ്. 2025 ഡിസംബർ 31 അവസാനിച്ച 3 മാസത്തെ കമ്പനിയുടെ സാമ്പത്തിക ആരോഗ്യം എങ്ങനെയായിരുന്നുവെന്ന് ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്. ഓരോ നിക്ഷേപകനും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്, ഓഡിറ്റർമാരുടെ റിപ്പോർട്ട്. ഇത് വായിക്കുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എന്താണ് ഈ പുനഃപരിശോധന അഥവാ റിവ്യൂ? സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു ആഴത്തിലുള്ള പരിശോധനയല്ല, മറിച്ച് ഒരു സ്പോട്ട് ചെക്ക് പോലെയാണ്. എല്ലാം ഏകദേശം ശരിയാണോ എന്ന് പെട്ടെന്നൊന്ന് നോക്കുന്നു, അത്രയുള്ളൂ. ഇതൊന്ന് ശ്രദ്ധിക്കണം. ഓഡിറ്റർമാരെ തന്നെ തുറന്നു പറയാണ്, ഇത് ഒരു ഫുൾ ഓഡിറ്റല്ല, അതുകൊണ്ട് ഞങ്ങളൊരു ഓഡിറ്റ് അഭിപ്രായം തരുന്നില്ല എന്ന്. അതായത് ഇതൊരു 100% ഉറപ്പല്ല, ഒരു മിതമായ ഉറപ്പു മാത്രം. നമ്മൾ റിലയൻസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു വലിപ്പം എത്രയാണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? റിപ്പോർട്ടിൻ്റെ ഈ ഭാഗം കണ്ടാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നോക്കൂ, റിലയൻസ് ഇന്ത്യ റീറ്റെയിൽ, ജിയോ പ്ലാറ്റ്ഫോംസ്, നെറ്റ്വർക്ക് 18, വയാകോം 18, പിന്നെ ജസ്റ്റ് ഡയൽ, റീറ്റെയിൽ മുതൽ മീഡിയ, ടെക്നോളജി വരെ കമ്പനികളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയാണിത്. ഇതിവിടെ തീർന്നില്ല കേട്ടോ. പേജുകൾ ഇങ്ങനെ മറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കമ്പനികളുടെ പേരുകൾ വന്നുകൊണ്ടുവരിക്കുന്നു. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ ഈ ഒരൊറ്റ റിപ്പോർട്ടിൽ എത്ര കമ്പനികളുടെ കണക്കുകളുണ്ടാകുമെന്ന്? 327. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഈ ഒരൊറ്റ റിപ്പോർട്ടിൽ 327 സബ്സിഡിയറി കമ്പനികളുടെ സാമ്പത്തിക കണക്കുകൾ ഒന്നിച്ചാണ് ചേർത്തിരിക്കുന്നത്. അതാണ് റിലയൻസ് എന്ന സാമ്രാജ്യത്തിന്റെ വലിപ്പം. ശരി, അപ്പോൾ നമുക്ക് ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലവും അതിന്റെ വലുപ്പവുമൊക്കെ മനസ്സിലായി. ഇനി നമുക്ക് ഇതിന്റെ ഹൃദയത്തിലേക്ക് വരാം, യഥാർത്ഥ കണക്കുകളിലേക്ക്. ഇവിടെ നോക്കൂ, കഴിഞ്ഞ വർഷം ഇതേ സമയത്തെ അപേക്ഷിച്ച് വരുമാനം കൂടിയിട്ടുണ്ട്, ലാഭവും കൂടിയിട്ടുണ്ട്. സിംപിളായി പറഞ്ഞാൽ കമ്പനി വളർച്ചയുടെ പാതയിലാണ്. ഓക്കെ, കമ്പനി ലാഭത്തിലാണ്. പക്ഷേ ഈ ലാഭമൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? അതാണ് അടുത്ത ചോദ്യം. നമുക്കൊന്ന് നോക്കാം. ഈ ചാർട്ട് നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാകും. റിലയൻസിന്റെ വരുമാനത്തിൽ പകുതിയിൽ കൂടുതലും, അതായത് 81%, വരുന്നത് അവരുടെ പരമ്പരാഗത ബിസിനസ്സായ ഓയിൽ, കെമിക്കൽസ് എന്നിവയിൽ നിന്നാണ്. തൊട്ടു പിന്നാലെ റീറ്റെയിലുമുണ്ട്. പക്ഷേ കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ് ഇവിടെയാണ്. വരുമാനം നോക്കിയാൽ 3-ാം സ്ഥാനത്തുള്ള ഡിജിറ്റൽ സർവീസസ്, അതായത് നമ്മുടെ ജിയോ ഒക്കെ വരുന്ന സെഗ്മെന്റ്, ലാഭത്തിന്റെ കാര്യത്തിൽ 1-ാം സ്ഥാനത്താണ്. കണ്ടില്ലേ, ഏറ്റവും കൂടുതൽ പണമുണ്ടാക്കുന്നത് ഡിജിറ്റൽ സർവീസുകളാണ്. ഇതാണ് ഈ റിപ്പോർട്ടിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം എന്താ ചെയ്തത്? ഈ സങ്കീർണമായ റിപ്പോർട്ടിനെ നമ്മൾ തെങ്ഘട്ടങ്ങളായി മനസ്സിലാക്കാൻ ശ്രമിച്ചു, അല്ലേ? നോക്കൂ, നമ്മൾ വെറുതെ അക്കങ്ങളിലൂടെ ഓടിപ്പോവുകയല്ല ചെയ്തത്. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ആദ്യം ഡോക്യുമെന്റ് എന്താണെന്ന് മനസ്സിലാക്കി, പിന്നെ ഓഡിറ്ററുടെ പങ്ക്, കമ്പനിയുടെ വലുപ്പം, പ്രധാന കണക്കുകൾ, അവസാനം ലാഭം എവിടെ നിന്ന് വരുന്നുവെന്നും കണ്ടെത്തി. ഈ രീതി നിങ്ങൾക്ക് ഏത് ഫിനാൻഷ്യൽ റിപ്പോർട്ട് വായിക്കാനും ഉപയോഗിക്കാം. അതുകൊണ്ട് ഒന്നോർക്കുക, ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടെന്നൊക്കെ പറയുന്നത് വെറും കണക്കുകളല്ല, അതൊരു കഥയാണ്. ഒരു കമ്പനിയുടെ തന്ത്രങ്ങൾ, അതിന്റെ വളർച്ച, അതിന്റെ ഭാവി, ഇതെല്ലാം ഈ അക്കങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് വായിച്ചെടുക്കാൻ നമ്മൾ പഠിക്കണം. ഇപ്പോൾ നിങ്ങൾക്കിതിൻ്റെ ഒരു രീതി മനസ്സിലായില്ലേ? അപ്പോൾ ഇനി അടുത്ത തവണ ഒരു റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിലെ കഥ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കില്ലേ?